ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിൽ നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങൾ കവർ ചെയ്യും. ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ആമുഖം, ശ്വസന വ്യവസ്ഥ, സൈനോസിസ്, ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ, ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ FBAO, ഹൃദയാഘാത സാധ്യതകളും അതിൻ്റെ ഘടകങ്ങളും, കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ, ഇരകൾക്ക് അടിസ്ഥാന ജീവിത പിന്തുണ നൽകുന്നതിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക്. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാകും. അപ്പർ എയർവേയുടെ ഭാഗികമായോ പൂർണ്ണമായതോ ആയ ശ്വാസതടസ്സത്തിന്റെ കാര്യങ്ങൾ നിർവചിക്കുക. ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ശിശുക്കൾക്കുമുള്ള ശ്വസന തടസ്സം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. മുതിർന്നവർക്കും കുട്ടികൾക്കും ശിശുക്കൾക്കും വേണ്ടിയുള്ള കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ പ്രക്രിയ വിശദീകരിക്കുക. ടു റെസ്ക്യൂർ കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അല്ലെങ്കിൽ മുതിർന്നവർക്കുള്ള CPR ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക. മസ്തിഷ്ക കോശങ്ങൾക്ക് നഷ്ടം സംഭവിക്കാതെ ഇരകളെ രക്ഷിക്കാൻ ബേസിക് ലൈഫ് സപ്പോർട്ടും കാർഡിയോ പൾമണറി റെസിസിറ്റേഷനും നൽകുന്നു. ബേസിക് ലൈഫ് സപ്പോർട്ടും CPRും ഒരു ഇരയെ അടിയന്തര മെഡിക്കൽ സേവനങ്ങളോ നൂതന പരിചരണമോ എത്തുന്നതുവരെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഒരു ഫസ്റ്റ് റെസ്പോണ്ടർ ഉപയോഗിക്കുന്ന പ്രക്രിയകളാണ്. ജീവൻ അപകടപ്പെടുത്തുന്ന രോഗങ്ങളോ പരിക്കുകളോ ഉള്ള ഇരകൾക്ക് ഒരു ആശുപത്രിയിൽ പൂർണ്ണമായ വൈദ്യസഹായം ലഭിക്കുന്നതുവരെ നൽകുന്ന വൈദ്യപരിചരണമാണ് BLS. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാർ, പാരാമെഡിക്സുകൾ, യോഗ്യതയുള്ള ബൈസ്റ്റാൻഡേഴ്സ് എന്നിവരുൾപ്പെടെ പരിശീലനം ലഭിച്ച മെഡിക്കൽ ഉദ്യോഗസ്ഥർക്ക് ഇത് നൽകാനാകും. അടുത്തതായി മനുഷ്യരിലെ ശ്വസന വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യരുടെ ശ്വസന വ്യവസ്ഥ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അപ്പർ ആൻഡ് ലോവർ എയർവേ, തലച്ചോറിലെ ശ്വസന കേന്ദ്രം, ശ്വസന പേശികൾ, രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന നാഡികൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ന്യൂറോ മസ്കുലർ സിസ്റ്റം, ആൽവിയോളൈ, ഇവ കാപ്പിലറികളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ വായുസഞ്ചികളാണ്. ധമനികൾ, കാപ്പിലറികൾ, സിരകൾ എന്നിവ. ആൽവിയോളകൾ കാപ്പിലറികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മസ്തിഷ്കം നെഞ്ചിലെയും ഡയഫ്രത്തിലെയും പേശികളിലേക്ക് നാഡീ സിഗ്നലുകൾ അയക്കുന്നു. ഇത് നമ്മെ ശ്വസിക്കാൻ സഹായിക്കുന്നു. ഓരോ ശ്വസനത്തിലും വായു ശ്വാസകോശത്തിലെ ആൽവിയോളയിലേക്ക് കടന്നു പോകുന്നു. ഇവിടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ശ്വസന വ്യവസ്ഥയുമായി ചേർന്ന് രക്തചംക്രമണ വ്യൂഹം ജീവിതത്തിന് ആവശ്യമായ ഓക്സിജൻ നൽകുന്നു. ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു കളയാൻ സഹായിക്കുന്നു. ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛ്വാസം എങ്ങനെ വിലയിരുത്താമെന്ന് നമുക്ക് നോക്കാം. ശ്വാസോച്ഛ്വാസത്തിന്റെ സാന്നിധ്യം വിലയിരുത്തുന്നതിന് നമ്മൾ ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ അല്ലെങ്കിൽ LLF രീതി പിന്തുടരുന്നു. അഡിക്വേറ്റ്, ഇൻഅഡിക്വേറ്റ് ആൻഡ് ആബ്സെന്റ് ബ്രീത്തിങ്ങുകളെ കുറിച്ച് നമുക്കിനി പഠിക്കാം. കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. അഡിക്വേറ്റ് ബ്രീത്തിങ്, ഓരോ ശ്വാസത്തിലും നെഞ്ചിന്റെയും വയറിന്റെയും ശരിയായ ഉയർച്ചയും താഴ്ചയും. വായിൽ നിന്നോ മൂക്കിൽ നിന്നോ വായു പുറത്തു വരുന്നത് കേൾക്കാനും അനുഭവിക്കാനും കഴിയും. ശ്വസനം അനായാസവും മതിയായ നിരക്കിലും സംഭവിക്കുന്നു. ഇൻഅഡിക്വേറ്റ് ബ്രീത്തിങ്, നെഞ്ചിന്റെയും വയറിന്റെയും അപര്യാപ്തമായ ഉയർച്ചയും താഴ്ചയും. ബബിൾസ്, റേസൽസ്, സ്ട്രൈഡർ, വിസിലിംഗ് തുടങ്ങിയവയാൽ ശ്വാസോച്ഛ്വാസം ശബ്ദമയമാണ്. വർദ്ധിച്ച ശ്വസന പ്രയത്നം, സൈനോസിസ് അല്ലെങ്കിൽ നീലകർണ്ണ നിറം, അപര്യാപ്തമായ നിരക്ക്, കൂടാതെ മാറിയ മാനസിക നില. ആബ്സെന്റ് ബ്രീത്തിങ്, നെഞ്ചിലോ ഉദരത്തിലോ ശ്വസനത്തിൻ്റെതായ ചലനം ഇല്ലാതിരിക്കുമ്പോഴാണ് ആബ്സെന്റ് ബ്രീത്തിങ് സംഭവിക്കുന്നത്. വായിൽ നിന്നോ മൂക്കിൽ നിന്നോ വായു പുറത്തു വരുന്നത് കേൾക്കാനോ അനുഭവിക്കാനോ നമുക്ക് കഴിയുന്നില്ല. അടുത്തതായി സൈനോസിസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മ്യൂക്കസ് മെംബ്രേന്റെയും ടിഷ്യൂകളിലെയും ഓക്സിജന്റെ അഭാവം മൂലം നീല കളർ സംഭവിക്കുന്നതാണ് സൈനോസിസ്. ഓക്സിജൻ കുറവുള്ള അന്തരീക്ഷത്തിൽ രോഗി ശ്വസിക്കുന്നത് അല്ലെങ്കിൽ അസുഖം, ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ ശ്വാസനാള തടസ്സം മൂലമുണ്ടാകുന്ന അസുഖം എന്നിവ മൂലമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്.
ചുണ്ടുകൾ, ചെവികൾ, നാസാരന്ധ്രങ്ങൾ അല്ലെങ്കിൽ നഖത്തിനടിയിൽ എന്നിവയിൽ സൈനോസിസ് കൂടുതൽ എളുപ്പത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ്, ജോ ത്രസ്റ്റ് എന്നിവയാണ് ശ്വാസനാളം തുറക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് സാങ്കേതിക വിദ്യകൾ. കൂടുതൽ അറിയാൻ ഓരോ ടെക്നിക്കിലും ക്ലിക്ക് ചെയ്യുക. ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് ആണ് എയർവേ തുറക്കാൻ ഉപയോഗിക്കുന്ന രീതി. തല, കഴുത്ത് അല്ലെങ്കിൽ നട്ടലിന് പരിക്കേറ്റതായി നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കരുത്. ഈ രീതിയുടെ നടപടിക്രമം നോക്കാം. രോഗിയുടെ മുഖം മുകളിലേക്ക് കിടത്തുക. രോഗിയുടെ തോളിൽ തലയ്ക്ക് നേരെ മുട്ടുകുത്തുക. ഒരു കൈ നെറ്റിയിൽ വെക്കുക. രോഗിയുടെ താടിയെല്ലിന്റെ അസ്ഥിഭാഗത്തിന് കീഴിൽ നിങ്ങളുടെ മറ്റൊരു കൈവിരൽ വെക്കുക. താടിയെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർത്തുക. അതേസമയം തല കഴിയുന്നത്ര പിന്നിലേക്ക് ചരിക്കുക. ശിശുക്കൾക്കും കുട്ടികൾക്കും സ്നിഫിംഗ് പൊസിഷനിൽ വെക്കുക. അമിതമായി എക്സ്റ്റെൻഡ് ചെയ്യരുത്. ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകൾ ഇവയൊക്കെയാണ്. രോഗിയുടെ വായ എപ്പോഴും ചെറുതായി തുറന്നിടുക. രോഗിയുടെ താഴത്തെ ചുണ്ടിൽ അമർത്തിപ്പിടിക്കാൻ നിങ്ങളുടെ തള്ളവിരൽ ഉപയോഗിക്കുക. രോഗിയുടെ താടിക്ക് കീഴെയുള്ള മൃദുവായ ടിഷ്യൂകളിൽ അമർത്തരുത്. ശ്വാസനാളം തുറന്നു കഴിഞ്ഞാൽ ശ്വസനം പരിശോധിക്കുക. LLF മെത്തേഡ് ഉപയോഗിച്ച് രോഗിയുടെ ശ്വസനം പരിശോധിക്കുക. രോഗി ശ്വസിക്കുന്നില്ലെങ്കിൽ കൃത്രിമ വെന്റിലേഷൻ ആരംഭിക്കുക. വായു സഞ്ചാരം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ ശ്വാസനാളം തടസ്സപ്പെട്ടതായി കണക്കാക്കുക. തല, കഴുത്ത് അല്ലെങ്കിൽ നട്ടലിന് പരിക്കേറ്റതായി സംശയിക്കുന്ന ഒരു അബോധാവസ്ഥയുള്ള രോഗിക്ക് ശുപാർശ ചെയ്യുന്ന ഒരേയൊരു മെത്തഡാണ് ജോ ത്രസ്റ്റ് എന്നറിയപ്പെടുന്നത്. നമുക്ക് ഈ പ്രക്രിയ നോക്കാം. രോഗിയുടെ മുഖം മുകളിലേക്ക് കിടത്തുക. രോഗിയുടെ തലയ്ക്ക് മുകളിൽ മുട്ടുകുത്തുക. രോഗി കിടക്കുന്ന ഉപരിതലത്തിൽ രോഗിയുടെ തലയോട് ചേർന്ന് നിങ്ങളുടെ കൈമുട്ടുകൾ വെക്കുക. രണ്ട് കൈകളും രോഗിയുടെ തലയുടെ ഇരുവശത്തും സ്റ്റെബിലൈസ് ചെയ്യുക. രോഗിയുടെ താടിയെല്ലിന്റെ കോണിൽ ഇരുവശത്തും പിടിക്കുക. ഒരു ശിശുവിനോ കുട്ടിക്കോ വേണ്ടിയാണെങ്കിൽ 2-3 വിരലുകൾ ഉപയോഗിക്കുക. രണ്ട് കൈകളാലും താടിയെല്ല് മുന്നോട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് നീക്കാൻ ഒരു ലിഫ്റ്റിംഗ് ചലനം ഉപയോഗിക്കുക. ആവശ്യമെങ്കിൽ നിങ്ങളുടെ തള്ളവിരൽ ഉപയോഗിച്ച് രോഗിയുടെ വായ ചെറുതായി തുറന്നിടുക. എയർവേ തുറക്കുന്നില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക. റീപൊസിഷനിങ്ങും അസസും ചെയ്യുക. അത് വിജയിച്ചില്ലെങ്കിൽ മറ്റൊരു എയർവേ അഡ്ജുറ്റന്റ് ഉപയോഗിക്കുന്നത് പരിഗണിക്കുക. രോഗിയുടെ എയർവേ ഓപ്പൺ ആയി കഴിഞ്ഞാൽ രോഗിക്ക് അപര്യാപ്തമായോ അല്ലെങ്കിൽ ആബ്സെന്റായോ ശ്വാസോച്ഛ്വാസത്തിന്റെ ഇടയിൽ കൃത്രിമ വെന്റിലേഷൻ നൽകാൻ ശ്രമിക്കാം. കൃത്രിമ വെന്റിലേഷനായി നിരവധി സാങ്കേതിക വിദ്യകളുണ്ട്. ശുപാർശ ചെയ്യുന്ന മുൻഗണനാ ക്രമത്തിൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. മൗത്ത് ടു മാസ്ക്, മൗത്ത് ടു ബാരിയർ ഡിവൈസ് ആൻഡ് മൗത്ത് ടു മൗത്ത് എന്നിവയാണവ. ഇനി നമുക്ക് ശ്വസന നിരക്കുകളും ദൈർഘ്യവും നോക്കാം. മുതിർന്നവരിൽ മിനിറ്റിൽ 12 മുതൽ 20 വരെ, കുട്ടികളിൽ മിനിറ്റിൽ 15 മുതൽ 30 വരെ, ശിശുക്കളിൽ മിനിറ്റിൽ 25 മുതൽ 50 വരെ. പ്രായത്തിനനുസരിച്ച് ശ്വസന നിരക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ശ്വസന നിരക്ക് അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ട് പരിശോധിക്കുക. ശരിയായ നെഞ്ചുവിരൽ ശ്രദ്ധിക്കുക. ശിശുക്കൾക്കും നവജാത ശിശുക്കൾക്കും ഓവർ വെന്റിലേഷൻ ആകാതിരിക്കാൻ പഫ് ഉപയോഗിക്കുക. ഇനി രക്ഷാപ്രവർത്തകർക്കുള്ള അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. മാസ്ക്, കയ്യുറകൾ, നേത്ര സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നിവയെ ധരിക്കുന്നതിലൂടെ രക്തത്തിലൂടെയോ വായുവിലൂടെയോ ഉള്ള രോഗങ്ങൾ തടയാം. ബാഗ്വാൾ മാസ്ക്, BVM അല്ലെങ്കിൽ പോക്കറ്റ് മാസ്ക് എന്നിവ ഉപയോഗിക്കുക. കണ്ടാമിനേറ്റഡ് ആയ രോഗിയിൽ നിന്നുള്ള സമ്പർക്കം കാരണം അപകടങ്ങൾ പടരുന്നു. രോഗിയെ ആദ്യം അണുവിമുക്തമാക്കണം. പോക്കറ്റ് മാസ്കിലോ BVMലോ വൺ വേ വാൾ ഉപയോഗിച്ച് വൊമിറ്റിംഗ് തടയാവുന്നതാണ്. റെസ്ക്യൂ ബ്രീത്തിങ് സമയത്ത് ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻ എന്ന പ്രശ്നം സംഭവിക്കാം. ഇത് രോഗിയുടെ വയറ്റിൽ കുറച്ച് വായു തങ്ങി നിൽക്കുന്നതിന് കാരണമാകും. ഇത് ആമാശയം വീർക്കുന്നതിനോ മറ്റോ കാരണമായേക്കാം. രോഗിയുടെ തല ശരിയായി സ്ഥാപിക്കുന്നതിലൂടെയും വളരെ ശക്തിയുള്ളതോ വേഗമേറിയതോ ആയ വെന്റിലേഷൻ നൽകുന്നത് ഒഴിവാക്കുന്നതിലൂടെയും ഈ പ്രോബ്ലം ഒഴിവാക്കാം. നെഞ്ച് വേണ്ടത്ര ഉയരാൻ കാരണമാകുന്ന മാത്രയിൽ മാത്രം ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ നൽകാൻ ശ്രദ്ധിക്കണം. പൾസും മതിയായ ശ്വസനവുമുള്ള ഒരു രോഗിക്ക് റിക്കവറി പൊസിഷനാണ് അഭികാമ്യം.
ഈ സ്ഥാനം ഗുരുത്വാകർഷണം ഉപയോഗിച്ച് ശ്വാസനാളത്തെ വ്യക്തതയോടെ നിലനിർത്തുന്നു. ശ്വാസനാളത്തിലേക്ക് ഒഴുകുന്ന ദ്രാവകങ്ങൾ അതിനു പകരം വായിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കുന്നു. വേണ്ടത്ര ശ്വസിക്കുന്ന എന്നാൽ പ്രതികരിക്കാത്ത പരിക്കേൽക്കാത്ത ഒരു രോഗിക്ക് റിക്കവറി പൊസിഷൻ ഉപയോഗിക്കണം. ആംബുലൻസ് എത്തുന്നതുവരെ രോഗിയെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുക. നട്ടലിന് ആഘാതം സംഭവിച്ചതായി നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ രോഗിയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റരുത്. മൗത്ത് ടു മാസ്ക് വെന്റിലേഷൻ നടപടിക്രമം. രോഗിയുടെ മൂക്കിനും വായക്കും ചുറ്റും ഒരു വൺ വേ മാസ്ക് ഉപയോഗിച്ച് മുഖംമൂടി പോലെ ഉപയോഗിക്കുന്നു. രോഗിയുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഇല്ലാതാക്കുകയും എക്സ്പോഷർ തടയുകയും ചെയ്യുന്നതിനാൽ ഇത് അഭികാമ്യമായ ഒരു രീതിയാണ്. ഇനി നമുക്ക് നടപടിക്രമം നോക്കാം. രോഗിയുടെ വായിലും മൂക്കിലുമായി മാസ്ക് വയ്ക്കുക. മുകളിലെ ഭാഗം മൂക്കിലും താഴെ ഭാഗം താടിയിലും വെക്കുന്ന രീതിയിൽ ഫിറ്റ് ചെയ്യുക. സുരക്ഷിതമായി ഫിറ്റ് ചെയ്യാനായി അരികുകളിൽ നിങ്ങളുടെ തള്ളവിരലും മറ്റു വിരലുകളും ഉപയോഗിച്ച് അമർത്തുക. മൗത്ത് ബാരിയർ വെന്റിലേഷൻ നടപടിക്രമത്തിൽ ബാരിയർ ഉപകരണങ്ങളിൽ 2 വിഭാഗങ്ങളുണ്ട്. അവ മാസ്ക് ആൻഡ് ഷീൽഡ് എന്നറിയപ്പെടുന്നു. മിക്കവയ്ക്കും വൺ വേ വാൾവ് ഉണ്ടെങ്കിലും എക്സലേഷൻ പോർട്ട് ഇല്ല. രോഗിയുടെ പുറന്തള്ളുന്ന വായു ബാരിയർ ഉപകരണത്തിന് ചുറ്റും പരക്കുന്നു. മതിയായ പ്രഷർ നൽകിക്കൊണ്ട് രോഗിയുടെ വായക്കും മൂക്കിനും ചുറ്റും ഉപകരണം സ്ഥാപിക്കുക. ഉചിതമായ തന്ത്രം ഉപയോഗിച്ച് രോഗിയുടെ ശ്വാസനാളം തുറക്കുക. നെഞ്ചിലെ ഉയർച്ചയും താഴ്ചയും നിരീക്ഷിച്ചുകൊണ്ട് ഉചിതമായ വേഗതയിലും ആഴത്തിലും ശ്വസനം നടത്തുക. രോഗിയുടെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മൗത്ത് മൗത്ത് വെന്റിലേഷൻ നടപടിക്രമം നോക്കാം. പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ഇത് ചെയ്യുന്നത് അപകടകരമാണ്. ഈ രീതി ഉപയോഗിക്കാനുള്ള തീരുമാനം തികച്ചും വ്യക്തിപരമാണ്. സാധ്യമാകുമ്പോഴെല്ലാം ബാരിയർ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഉചിതമായ രീതി ഉപയോഗിച്ച് രോഗിയുടെ ശ്വാസനാളം തുറക്കുക. വായു പുറത്തേക്ക് പോകാതിരിക്കാൻ രോഗിയുടെ മൂക്ക് നിങ്ങളുടെ തള്ളവിരലും ചുണ്ടുവിരലും ഉപയോഗിച്ച് നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പിഞ്ച് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റോമ പേഷ്യന്റിനെ കുറിച്ച് നോക്കാം. ചിലപ്പോൾ സ്റ്റോമ പേഷ്യന്റുകളെ കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരും. സ്റ്റോമ എന്നാൽ കഴുത്തിനു മുകളിൽ സ്ഥിരമായ ഒരു ഓപ്പണിംഗ് ആണ്. ഡയറക്റ്റ് മൗത്ത് ടു സ്റ്റോമ വെന്റിലേഷൻ ഈ ഘട്ടത്തിൽ പ്രയോഗിക്കണം. ഇപ്പോൾ CPR അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റെസിറ്റേഷൻ എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുമ്പോൾ ഹൃദയത്തിന് ഓക്സിജൻ ഇല്ലാതെ തന്നെ കുറച്ച് മിനിറ്റ് പമ്പ് ചെയ്യുന്നത് തുടരാൻ സാധിക്കും. നേരത്തെയുള്ള ഇടപെടൽ ഇല്ലെങ്കിൽ ശ്വാസതടസ്സം ഹൃദയസ്തംഭനത്തിലേക്ക് നയിച്ചേക്കാം. ഹൃദയസ്തംഭനം സംഭവിച്ചാൽ രക്തചംക്രമണം നിലയ്ക്കുകയും സുപ്രധാന അവയവങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കാതിരിക്കുകയും ചെയ്യും. ശ്വാസോച്ഛ്വാസം നിലയ്ക്കുകയും ഹൃദയസ്തംഭനം സംഭവിക്കുകയും ചെയ്യുമ്പോൾ രോഗി ക്ലിനിക്കലായി മരിച്ചതായി കണക്കാക്കുന്നു. രക്തചംക്രമണം കൂടാതെ 4 മുതൽ 6 മിനിറ്റിനുള്ളിൽ മസ്തിഷ്ക ക്ഷതം ആരംഭിക്കും. 8 മുതൽ 10 മിനിറ്റുകൾക്ക് ശേഷം മസ്തിഷ്കത്തിന് കേടുപാടുകൾ സംഭവിക്കും. അത് മാറ്റാനാകില്ല. ഒരു വ്യക്തിയുടെ ഹൃദയവും ശ്വാസകോശവും യാന്ത്രികമായി പ്രവർത്തിപ്പിച്ച് ഒരു വ്യക്തിയെ പുനരുജ്ജീവിപ്പിക്കാനും ജീവശാസ്ത്രപരമായി മരണം തടയാനും രൂപകൽപ്പന ചെയ്ത ചെസ്റ്റ് കംപ്രഷനുകളുടെയും കൃത്രിമ വെന്റിലേഷനുകളുടെയും സംയോജനമാണ് CPR. CPR കഴിയുന്നതും വേഗം ആരംഭിക്കേണ്ടതുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക. CPRന് തയ്യാറെടുക്കുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. ഉചിതമായ വിലയിരുത്തലിലൂടെ CPRന്റെ ആവശ്യകത ഉണ്ടാകുന്നതുവരെ ഒരു രോഗിയെയും CPRന് വിധേയരാക്കരുത്. CPR നൽകുന്നതിന് മുമ്പ് രോഗിയുടെ പ്രതികരണമില്ലായ്മ, ശ്വാസതടസ്സം, നാഡിമിടിപ്പ് ഇല്ലായ്മ എന്നിവ നിങ്ങൾ നിർണ്ണയിക്കണം. CPRനുള്ള ഘട്ടങ്ങൾ ഇവിടെ കൊടുക്കുന്നു. കൂടുതൽ അറിയാൻ ഓരോ കാർഡിലും ക്ലിക്ക് ചെയ്യുക. രോഗിയോട് പേര് ചോദിക്കുക. നിങ്ങൾക്ക് സുഖമാണോ, എന്താണ് നിന്റെ പേര്, അല്ലെങ്കിൽ രോഗിയെ പിടിച്ച് കുലുക്കുക അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുക. രോഗി പ്രതികരിക്കുന്നില്ല എങ്കിൽ രോഗിയെ ശരിയായി കിടത്തുക. ഉറപ്പുള്ള പരന്ന പ്രതലത്തിൽ കിടത്താൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ രക്തയോട്ടം തടസ്സപ്പെട്ടേക്കാം. എമർജൻസി മെഡിക്കൽ സർവീസ് ആക്ടിവേറ്റ് ചെയ്യാൻ മറ്റൊരാളോട് ആവശ്യപ്പെടാം.
രോഗിയുടെ CAV പരിശോധിക്കുക. C എന്നത് സർക്കുലേഷനെയും, A എന്നത് എയർവേയെയും, B എന്നത് ബ്രീത്തിങ്ങിനെയും സൂചിപ്പിക്കുന്നു. നേരത്തെ ആരംഭിക്കുന്ന ചെസ്റ്റ് കംപ്രഷൻ രക്തത്തിൽ ഇപ്പോൾ ഉള്ള ഓക്സിജനെ സർക്കുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ചെസ്റ്റ് കംപ്രഷൻ വേഗത്തിൽ ആരംഭിക്കുകയും വെന്റിലേഷനുള്ള കാലതാമസം കുറയ്ക്കുകയും ചെയ്യണം. പൾസ് പരിശോധിക്കുക. മുതിർന്നവരിലും കുട്ടിയിലും 5 മുതൽ 10 സെക്കൻഡ് വരെ കരോട്ടിഡ് പൾസ് പരിശോധിക്കുക. ശിശുവിലാണെങ്കിൽ ബ്രാക്കിയൽ പൾസ് പരിശോധിക്കുക. പൾസ് ഇല്ലെന്ന് കണ്ടെത്തിയാൽ ഉടൻ തന്നെ CPR ആരംഭിക്കുക. എയർവേ തുറന്ന് പരിശോധിക്കുക. എയർവേ തുറക്കാൻ ഉചിതമായ രീതി അവലംബിക്കുക. ശ്വസനം വിലയിരുത്താൻ ലുക്ക്, ലിസൺ, ഫീൽ LLF എന്ന രീതി ഉപയോഗിക്കുക. രോഗി ശ്വസിക്കുന്നില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ നൽകുക. ശിശുക്കളിൽ ചെറിയ പഫ് ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ നൽകാൻ ശ്രമിക്കുക. നെഞ്ചിലെ കംപ്രഷനുകളിൽ സ്റ്റെർണത്തിന്റെ താഴത്തെ പകുതിയിൽ താളാത്മകവും ആവർത്തിച്ചുള്ളതുമായ മർദ്ദം അടങ്ങിയിരിക്കുന്നു. കൃത്രിമ വെന്റിലേഷനുമായി സംയോജിപ്പിക്കുമ്പോൾ ജീവൻ നിലനിർത്താൻ ആവശ്യമായ രക്തചംക്രമണം ഈ കംപ്രഷനുകൾ നൽകുന്നു. ചെസ്റ്റ് കംപ്രഷൻ ഇനി പറയുന്ന ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. രോഗിയുടെ പൊസിഷൻ. രോഗിയുടെ ചെസ്റ്റ് എക്സ്പോസ് ചെയ്യുക. നിങ്ങൾ സ്ഥാനം നേടുക. സൈഫോയിഡ് പ്രോസസ് കണ്ടെത്തുക. കംപ്രഷൻ സൈറ്റ് കണ്ടെത്തുക. നിങ്ങളുടെ കൈകൾ സ്ഥാപിക്കുക. തോളുകൾ വിരിഞ്ഞു വെക്കുക. ഒപ്പം ചെസ്റ്റ് കംപ്രഷനുകൾ നടത്തുക. ഓരോ ഘട്ടത്തിലും അറിയാൻ ക്ലിക്ക് ചെയ്യുക. ദൃഢമായ പരന്ന പ്രതലത്തിൽ കൈകൾ വശങ്ങളിൽ വെച്ച് കിടത്തണം. രോഗിയുടെ ഷർട്ട് അല്ലെങ്കിൽ ബ്ലൗസ് നീക്കം ചെയ്യുക. രോഗിയുടെ സ്വകാര്യത പരമാവധി ഉറപ്പുവരുത്തുക. രോഗിയുടെ ഒരു വശത്തോട് ചേർന്ന് മുട്ടുകുത്തുക. നിങ്ങളുടെ കാൽമുട്ടുകൾ തോളോളം വീതിയിൽ അകലത്തിൽ വെക്കുക. വാരിയലുകളുടെ താഴത്തെ മാർജിൻ കണ്ടെത്തുക. നെഞ്ചിന്റെ താഴത്തെ മധ്യഭാഗത്ത് വാരിയലുകൾ സ്റ്റെർണുമായി ചേരുന്ന നാച്ചിലേക്ക് നിങ്ങളുടെ വിരലുകൾ ഓടിക്കുക. സൈഫോയിഡ് പ്രോസസ്സിൽ നിന്ന് നെഞ്ചിന്റെ മുകൾ ഭാഗത്തേക്ക് 2 വിരൽ വീതി അളക്കുക. അവിടെയാണ് നിങ്ങൾ ആദ്യം കൈകൾ വെക്കേണ്ടത്. നിങ്ങളുടെ സ്വതന്ത്രമായ കൈ ആദ്യം പൊസിഷൻ ചെയ്ത കൈയുടെ മുകളിൽ വെക്കുക. നിങ്ങളുടെ കൈവിരലുകൾ പരസ്പരം ബന്ധിപ്പിക്കുക. നിങ്ങളുടെ തോളുകൾ നിങ്ങളുടെ കൈകൾക്ക് നേരെ മുകളിലേക്ക് പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈകൾ നിവർന്നതും കൈമുട്ടുകൾ ലോക്ക് ചെയ്തും ഉണ്ടായിരിക്കണം. ഓരോ കംപ്രഷൻ ശേഷവും മർദ്ദം പൂർണ്ണമായും ചെസ്റ്റിൽ വിടുക. നിങ്ങൾ കൈകൾ ഉയർത്തുകയോ ചലിപ്പിക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ശരിയായ സ്ഥാനം നഷ്ടപ്പെടും. ചെയ്യുന്ന കംപ്രഷനുകൾ എണ്ണുക. ഇനി നമുക്ക് 8 വയസ്സിന് മുകളിലുള്ള CPR സമ്മറി നോക്കാം. കംപ്രഷൻ ഡെപ്ത് 5 മുതൽ 6 സെന്റിമീറ്റർ വരെ. കംപ്രഷൻ റേറ്റ് 100 മുതൽ 120 പെർ മിനിറ്റ്. വെന്റിലേഷൻ 4 മുതൽ 5 സെക്കൻഡ് വരെ. പൾസ് ലൊക്കേഷൻ കരോട്ടിഡ് ആർട്ടറി. 1 റെസ്ക്യൂ സൈക്കിൾ 30 കംപ്രഷൻ 2 റെസ്ക്യൂ ബ്രീത്ത്. 2 റെസ്ക്യൂ സൈക്കിളിൽ 30 കംപ്രഷൻ 2 റെസ്ക്യൂ ബ്രീത്ത്. ഇനി ശിശുക്കൾക്കും കുട്ടികൾക്കുമുള്ള CPR കംപ്രഷനുകൾ നോക്കാം. കുട്ടികളിലും ശിശുക്കളിലും ഹൃദയസ്തംഭനം അപൂർവമായി സംഭവിക്കുന്നു. സാധാരണയായി പരിക്കുകൾ, ശ്വാസം മുട്ടൽ, പുകശ്വസിക്കൽ കാരണം വളരെ കുറച്ച് ഓക്സിജൻ ഹൈപ്പോക്സിയ ആണ് ഇതിന് കാരണം. ഇക്കാരണത്താൽ EMS സംവിധാനം സജീവമാകുന്നതിന് മുമ്പ് 1 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ കുട്ടിയെ റെസുസിറ്റേറ്റ് ചെയ്യണം. ശിശുക്കൾക്കും കുട്ടികൾക്കുമുള്ള CPR ചെസ്റ്റ് കംപ്രഷനുകളുടെ സ്റ്റെപ്പ് നോക്കാം. രോഗിയുടെ സ്ഥാനം. രോഗിയുടെ നെഞ്ച് എക്സ്പോസ് ചെയ്യുക. കംപ്രഷൻ സൈറ്റ് കണ്ടെത്തുക. കംപ്രഷനുകൾ നടത്തുക. ഓരോ ഘട്ടവും വിശദമായി നോക്കാം.
ദൃഢവും പരന്നതുമായ പ്രതലങ്ങളിൽ രോഗി കിടത്തേണ്ടതാണ്. രോഗി ഒരു ശിശുവാണെങ്കിൽ അവനെ അല്ലെങ്കിൽ അവളെ കൈത്തണ്ടയിൽ വെക്കുക. നിങ്ങളുടെ കൈപ്പത്തി ഉപയോഗിച്ച് തല സപ്പോർട്ട് ചെയ്യുക. രോഗിയുടെ വസ്ത്രം റിമൂവ് ചെയ്യുക. നെഞ്ച് എക്സ്പോസ് ചെയ്യുക. കുട്ടികളിലും മുതിർന്നവരുടെ അതേ സ്ഥാനം ഉറപ്പാക്കുക. നിപ്പുകൾക്കിടയിൽ ഒരു സാങ്കല്പിക രേഖയ്ക്ക് താഴെയായി നിങ്ങളുടെ കൈകളുടെ സ്ഥാനം ഉറപ്പിക്കുക. ഒരു ശിശുവിന് സ്റ്റെർണം കംപ്രസ് ചെയ്യാൻ നിങ്ങളുടെ നടുവിരലും മോതിരവിരലും ഉപയോഗിക്കുക. ഒരു കുട്ടിക്കാണെങ്കിൽ ഒരു കൈ മാത്രം ഉപയോഗിച്ച് ചെയ്യുക. എന്നിരുന്നാലും കൈകൾ ഉയർത്തുകയോ മൂവ് ചെയ്യുക ചെയ്യരുത്. നിങ്ങൾക്ക് ശരിയായ സ്ഥാനം നഷ്ടപ്പെടാം. നിങ്ങൾ കംപ്രഷനുകൾ നടത്തുമ്പോൾ കൗണ്ട് ചെയ്യുക. കുട്ടികളുടെ CPR സമ്മറി നമുക്ക് നോക്കാം. കംപ്രഷൻ ഡെപ്ത് 4 മുതൽ 5 സെന്റിമീറ്റർ വരെ. കംപ്രഷൻ റേറ്റ് 100 മുതൽ 120 പെർ മിനിറ്റ്. വെന്റിലേഷൻ 3 മുതൽ 5 സെക്കൻഡ് വരെ. പൾസ് ലൊക്കേഷൻ കരോട്ടിഡ് ആർട്ടറി. 1 റെസ്ക്യൂർ സൈക്കിളിൽ 30 കംപ്രഷൻ 2 റിസ്ക് ബ്രീത്ത്. 2 റെസ്ക്യൂർ സൈക്കിൾ 15 കംപ്രഷൻ 2 റിസ്ക് ബ്രീത്ത്. ഇനി ഇൻഫന്റ് CPR സമ്മറി നോക്കാം. കംപ്രഷൻ ഡെപ്ത് 3 മുതൽ 4 സെന്റിമീറ്റർ വരെ. കംപ്രഷൻ റേറ്റ് 100 മുതൽ 120 പെർ മിനിറ്റ്. വെന്റിലേഷൻ 3 മുതൽ 5 സെക്കൻഡ് വരെ. പൾസ് ലൊക്കേഷൻ ബ്രേക്കിയൽ ആർട്ടറി. 1 റെസ്ക്യൂർ സൈക്കിൾ 30 കംപ്രഷൻ 2 റിസ്ക് ബ്രീത്ത്. 2 റെസ്ക്യൂർ സൈക്കിൾ 15 കംപ്രഷൻ 2 റിസ്ക് ബ്രീത്ത്. ഇനി വിജയകരമായ CPRന്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. വിജയകരമായ CPR എന്നാൽ രോഗി അതിജീവിക്കുന്നു എന്നല്ല, മറിച്ച് നിങ്ങൾ അത് ശരിയായി ചെയ്തുവെന്ന് മാത്രം. അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ACLS ലഭിച്ചില്ലെങ്കിൽ മിക്കവാറും രോഗികൾ അതിജീവിക്കുകയില്ല. ഏതാനും നിർണായക നിമിഷങ്ങളോളം കോശങ്ങളുടെയും മറ്റും മരണം തടയുക എന്നതാണ് CPRന്റെ ലക്ഷ്യം. CPR ഫലപ്രദമാണോ എന്ന് നിർണ്ണയിക്കാൻ CPRൽ ഉടനീളം രോഗിയെ നിരീക്ഷിക്കേണ്ടതുണ്ട്. കംപ്രഷൻ സമയത്ത് പൾസ് അനുഭവപ്പെടുക. ഓരോ പൾസും സ്പഷ്ടമായിരിക്കണം. ഓരോ വെന്റിലേഷനുകളിലും നെഞ്ച് ഉയരുകയും താഴുകയും വേണം. കൃഷ്ണമണി സാധാരണയായി പ്രതികരിക്കാൻ തുടങ്ങും. രോഗിയുടെ ചർമ്മത്തിന് നിറം മെച്ചപ്പെട്ടേക്കാം. രോഗി മൂവ് ചെയ്യാനോ വിഴുങ്ങാനോ ശ്രമിക്കാം. കൂടാതെ ഹൃദയമിടിപ്പ് തിരികെ വന്നേക്കാം. ഇനി CPR മൂലമുണ്ടാകുന്ന ചില സങ്കീർണതകൾ നമുക്ക് നോക്കാം. ശരിയായി നടപ്പിലാക്കിയ ഒരു CPR പോലും ചില പരിക്കുകൾക്ക് ഇടയാക്കാം. അവ ഇനി പറയുന്നു. സ്റ്റെർണത്തിന്റെയും വാരിയലിന്റെയും ഒടിവ്, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ശ്വാസകോശത്തിലെ മുറിവുകളും ചതവുകളും, ഒപ്പം കരളിനുണ്ടാകുന്ന മുറിവുകൾ. ഇനി CPR നടപ്പിലാക്കുന്നതിലെ ചില തെറ്റുകൾ നമുക്ക് നോക്കാം. നൽകിയിട്ടുള്ള ഓരോ പ്രശ്നത്തിലും അതുമൂലമുണ്ടാകുന്ന ഫലം കാണാൻ ക്ലിക്ക് ചെയ്യുക. പേഷ്യന്റ് ഹാർഡ് സർഫസിൽ അല്ലെങ്കിൽ കംപ്രഷൻ എഫക്റ്റീവ് ആയിരിക്കുകയില്ല. പേഷ്യന്റ് ഹൊറിസോണ്ടൽ പൊസിഷനില്ലെങ്കിൽ രോഗിക്ക് ഇൻസഫിഷ്യന്റ് ബ്ലഡ് ഫ്ലോ ആയിരിക്കും. ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് മാനുവർ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ എയർവേ ഓപ്പൺ ആകുകയില്ല. രോഗിയുടെ മൗത്ത് കൃത്യമായി സീൽ ചെയ്തില്ലെങ്കിൽ വെന്റിലേഷൻ എഫക്റ്റീവ് ആവുകയില്ല. നോസ്ട്രിൽ കൃത്യമായി പിഞ്ച് ചെയ്തില്ലെങ്കിൽ വെന്റിലേഷൻ എഫക്റ്റീവ് ആവുകയില്ല. കൈകളുടെ സ്ഥാനം കൃത്യമായില്ലെങ്കിൽ അവയവങ്ങൾക്ക് അപകടം സംഭവിക്കാം. കംപ്രഷൻ ഡീപ്പ് ആണെങ്കിൽ ഇൻസഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് ആയിരിക്കും പമ്പ് ചെയ്യുക. ഇംപ്രോപ്പർ കംപ്രഷൻ ആണെങ്കിൽ ഒരിക്കൽ നിങ്ങൾ CPR സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൾസും ശ്വാസോച്ഛ്വാസവും ചെക്ക് ചെയ്യുന്ന സമയം കൂടാതെ CPR തടസ്സപ്പെടുത്തരുത്. ഇതുകൂടാതെ CPR തടസ്സപ്പെടാനുള്ള കാരണങ്ങൾ: രോഗിയെ സ്ട്രക്ചറിലേക്ക് മാറ്റുന്ന സമയം, രോഗിയെ ഒരു കോണിപ്പടിയിലൂടെയോ ഇടനാഴിയിലൂടെയോ നീക്കുന്ന സമയം, രോഗിയെ ആംബുലൻസിൽ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്ന സമയം, ഡീഫൈബ്രിലേഷൻ അല്ലെങ്കിൽ ACLS ആരംഭിക്കുന്നതിന് അനുവദിക്കുന്ന സമയം, നിങ്ങൾ നിങ്ങളുടെ ശരീരക്ഷീണത്തിൽ നിന്ന് കരകയറാൻ എടുക്കുന്ന സമയം. ഇത് അനുവദനീയമല്ല. ഇനി നമുക്ക്
ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ FBAയെ കുറിച്ച് ചർച്ച ചെയ്യാം. ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ എന്നത് ഭക്ഷണം അല്ലെങ്കിൽ കളിപ്പാട്ടം പോലുള്ള ഒരു ഫോറിൻ ബോഡി ശ്വാസകോശത്തിലേക്കുള്ള ശ്വസന ട്യൂബുകളെ ഭാഗികമായോ പൂർണ്ണമായോ തടസ്സപ്പെടുത്തുമ്പോഴാണ് ഉണ്ടാകുന്നത്. ശ്വാസതടസ്സം പെട്ടെന്ന് ചുമയ്ക്കൊപ്പം ഉണ്ടാകാം. എയർവേ തടസ്സത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പലപ്പോഴും ചോക്കിംഗ് ഉണ്ടാകാം. ശ്വാസനാളം തടസ്സപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയൊക്കെയാണ്: നാവ്, എപ്പിഗ്ലോട്ടിസ്, ഫോറിൻ ബോഡി, ടിഷ്യൂ ഡാമേജ് അല്ലെങ്കിൽ അസുഖം. കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. തൊണ്ടയിൽ തടഞ്ഞുകൊണ്ട് നാവ് പിന്നിലേക്ക് വീഴുന്നു. അബോധാവസ്ഥയിലുള്ള രോഗികളിൽ ഈ പ്രശ്നം സാധാരണമാണ്. കഴുത്തിൽ തുളച്ചു കയറുന്ന ഡാമേജോ അല്ലെങ്കിൽ ചൂടുള്ള വായു ശ്വസിക്കുന്നതോ ഇത്തരം കേടുപാടുകൾക്കും ശ്വസന തടസ്സങ്ങൾക്കും കാരണമാകാം. രോഗികൾ നിർബന്ധിച്ച് ശ്വസിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എപ്പിഗ്ലോട്ടിസ് മൂലം ശ്വസന തടസ്സം സംഭവിക്കുന്നത്. അലർജി മൂലവും ഇത് സംഭവിക്കാം. ശ്വാസകോശ സംബന്ധമായ അണുബാധകളും ആസ്മ അല്ലെങ്കിൽ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം പോലുള്ള ചില അവസ്ഥകളും പേശിവലി ഉണ്ടാക്കുകയും ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഭക്ഷണം, ഐസ്, കളിപ്പാട്ടങ്ങൾ, പല്ലുകൾ, ഛർദി, തൊണ്ടയുടെയോ മറ്റു മുകൾ ഭാഗത്ത് അവശേഷിക്കുന്ന ദ്രാവകം തുടങ്ങിയ കൊണ്ട് ശ്വാസനാള തടസ്സത്തിന് കാരണമാകാം. വിജയകരമായ ചികിത്സ എന്നത് പെട്ടെന്നുള്ള കണ്ടെത്തലിനെ അനുസരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ബ്രീത്തിങ് നിൽക്കുകയോ സൈനോട്ടിക് ആകുകയോ അൺകോൺഷ്യസ് ആകുകയോ ചെയ്യുന്ന രോഗിയിൽ FBAയോ സംശയിക്കണം. രണ്ട് തരം FBAകളുണ്ട്. അവ ഭാഗികവും പൂർണ്ണമായതും. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക. ശ്വാസോച്ഛ്വാസം പൂർണ്ണമായും തൊണ്ടയിൽ തടയാത്ത FBA ആണ് ഭാഗികമായത്. ഭാഗിക തടസ്സമുള്ള ഒരു രോഗിക്ക് മതിയായതോ എന്നാൽ മോശമായതോ ആയ എയർ എക്സ്ചേഞ്ച് ഉണ്ടാകാം. മതിയായ എയർ എക്സ്ചേഞ്ച് ഉപയോഗിച്ച് ചുമക്കിടയിൽ വീസിംഗ് സൗണ്ട് ഉണ്ടാകുമെങ്കിലും രോഗി ശക്തമായി ചുമക്കാൻ സാധ്യതയുണ്ട്. ശ്വാസനാളം ക്ലിയർ ചെയ്യാനുള്ള രോഗിയുടെ ശ്രമത്തിൽ ഇടപെടരുത്. മോശം എയർ എക്സ്ചേഞ്ച് കൊണ്ട് രോഗിക്ക് ദുർബലമായ ചുമ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ ഉയർന്ന ശബ്ദം, ശ്വസന ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകാം. ഈ സാഹചര്യത്തെ പൂർണ്ണമായ ശ്വാസനാള തടസ്സമായി കണക്കാക്കണം. പൂർണ്ണമായ FBAയോ ആണെങ്കിൽ രോഗിക്ക് സംസാരിക്കാനോ ചുമക്കാനോ കഴിയില്ല. തള്ളവിരലും വിരലുകളും ഉപയോഗിച്ച് രോഗി കഴുത്തിൽ മുറുകെ പിടിച്ച് ശ്വാസം മുട്ടലിന്റെ സാർവത്രിക അടയാളമായ യൂണിവേഴ്സൽ സൈൻ ഓഫ് ചോക്കിങ്ങിൽ എത്തുന്നു. വായുവിന്റെ ചലനം പൂർണ്ണമായും ഇല്ലാതാകുന്നു. മുതിർന്നവരിൽ FBAയോ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മോശം എയർ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പൂർണ്ണമായ തടസ്സം കൊണ്ടുണ്ടാകുന്ന FBAയോ മാറ്റാൻ വയറിലെ ത്രസ്റ്റ് രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ ഹെംലിച്ച് മാനുവർ എന്ന് പറയുന്നു. തടസ്സം ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നിരവധി ത്രസ്റ്റുകൾ ആവശ്യമായി വന്നേക്കാം. ഈ രീതി ഉപയോഗിക്കുമ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആന്തരിക അവയവങ്ങൾക്കുള്ള അപകടം ഒഴിവാക്കാൻ നിങ്ങളുടെ കൈകൾ ഒരിക്കലും സൈഫോയിഡ് പ്രോസസ്സിന് മുകളിലോ റിബ് കേജിന് മുകളിലോ വെക്കരുത്. നേവലിനും സൈഫോയിഡ് പ്രോസസ്സിനും ഇടയിലായിരിക്കണം നിങ്ങളുടെ കൈകൾ പൊസിഷൻ ചെയ്യേണ്ടത്. കുട്ടികളിൽ FBA എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മുതിർന്നവരിൽ ചെയ്യുന്നത് സമാനമായ രീതിയിൽ തന്നെ കുട്ടികളിലും FBA ചെയ്യണം. എന്നാൽ 1 മുതൽ 8 വയസ്സുവരെയുള്ള കുട്ടികളിലും നവജാത ശിശുക്കളിലും ബ്ലൈൻഡ് സ്വീപ്പ് നടത്തരുത്. എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്രൂപ്പ് പോലുള്ള അണുബാധകൾ മൂലവും ശ്വാസനാള തടസ്സം ഉണ്ടാകാം. ഇത് എയർവേ എഡിമ ഉണ്ടാക്കുന്നു. ഒരു കുട്ടിക്കോ ശിശുവിനോ
പനിക്കൊപ്പം ഡ്രൂലിംഗ് ഉണ്ടെങ്കിൽ ഈ അവസ്ഥ സംശയിക്കേണ്ടതാണ്. ഈ അവസ്ഥയിലുള്ള ഒരു രോഗിയെ അടിയന്തരമായി മെഡിക്കൽ എമർജൻസി ഫെസിലിറ്റിയിൽ വിധേയമാക്കണം. ഈ തരത്തിലുള്ള തടസ്സം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് രോഗിയെ അപകടത്തിലേക്ക് നയിച്ചേക്കാം. ഇനി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന റെസ്പോൺസീവായ അഡൾട്ട് അല്ലെങ്കിൽ ഒരു ചൈൽഡ് പേഷ്യന്റിനെ എങ്ങനെ അബ്ഡോമിനൽ ത്രസ്റ്റ് നൽകാം എന്ന് നോക്കാം. ആദ്യമായി പൂർണ്ണമായ തടസ്സമാണോ ഭാഗിക തടസ്സമാണോ എന്ന് തീരുമാനിക്കുക. ഹേ, നിനക്ക് ശ്വാസം മുട്ടുകയാണോ എന്ന് രോഗിയോട് ചോദിക്കുക. രോഗിയുടെ പിറകുവശത്ത് നിൽക്കുക. നിങ്ങളുടെ കൈ മുഷ്ടി ചുരുട്ടി മറ്റേ കൈയുടെ സപ്പോർട്ടോടുകൂടി രോഗിയുടെ നെഞ്ചിൽ തുടർച്ചയായി ത്രസ്റ്റ് ചെയ്യുക. വസ്തു നീക്കം ചെയ്യുന്നതിന് തെളിവുകൾ ശ്രദ്ധിക്കുക. രോഗി ചുമക്കാനോ സംസാരിക്കാനോ തുടങ്ങും. രോഗിയുടെ ശ്വാസനാളം ക്ലിയർ ആവുന്നില്ലെങ്കിൽ ക്ലിയർ ആകുന്നത് വരെ ചെസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ രോഗി അൺറെസ്പോൺസീവ് ആകുന്നത് വരെ ഈ പ്രക്രിയ തുടരുക. നിങ്ങൾക്ക് എയർവേ തടസ്സം നീക്കം ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് രോഗി അൺറെസ്പോൺസീവ് ആകുകയാണെങ്കിൽ EMSനെ അലേർട്ട് ചെയ്യുകയും CPR ആരംഭിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുക. ഇനി നമുക്ക് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്ന അൺറെസ്പോൺസീവ് ആയ മുതിർന്നവരെയോ കുട്ടികളുടെയോ എങ്ങനെ അബ്ഡോമിനൽ ത്രസ്റ്റ് നൽകാം എന്ന് നോക്കാം. ആദ്യമായി ബോഡി സബ്സ്റ്റൻസ് ഐസൊലേഷൻ എടുക്കുക. രോഗി സുപ്പൈൻ പൊസിഷനിലാണെങ്കിൽ പ്രതികരണശേഷി വിലയിരുത്താൻ ടാപ്പ് ചെയ്ത് വിളിക്കുക. രോഗി പ്രതികരിക്കുന്നില്ല എങ്കിൽ എമർജൻസി മെഡിക്കൽ സർവീസിനെ അറിയിക്കുക. ലുക്ക്, ലിസൺ, ഫീൽ മെത്തേഡ് ഉപയോഗിച്ച് ബ്രീത്തിംഗ് വിലയിരുത്തുക. ബ്രീത്തിംഗ് ആബ്സെന്റ് ആണെങ്കിൽ കരോട്ടിഡ് പൾസ് വിലയിരുത്തുക. പൾസ് ഉണ്ടെങ്കിൽ രോഗിയെ ആർട്ടിഫിഷ്യൽ വെന്റിലേഷന് വിധേയമാക്കുക. 2 തവണ ശ്രമിച്ചതിന് ശേഷവും വേണ്ടത്ര നെഞ്ച് വികസിക്കുന്നില്ലെങ്കിൽ CPR ആരംഭിക്കുക. പൊണ്ണത്തടിയുള്ളവർക്കോ ഗർഭിണികൾക്കോ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ചെസ്റ്റ് ത്രസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഗർഭാവസ്ഥയുടെ അവസാന ഘട്ടങ്ങളിലോ അമിതഭാരമുള്ളവരോ ചെസ്റ്റ് ത്രസ്റ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഉദര ത്രസ്റ്റുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുകയില്ല. അൺറെസ്പോൺസീവ് ആയ മുതിർന്നവർക്കും ചെസ്റ്റ് ത്രസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ശിശുക്കളിൽ FBAO എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ശ്വാസം മുട്ടൽ, ചുമ അല്ലെങ്കിൽ മറ്റ് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ശിശുക്കളിൽ FBAO സംശയിക്കണം. കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക. കോൺസ്റ്റന്റ് ഇൻഫന്റ്. ഒരു കുഞ്ഞിന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പുവർ എയർ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളിൽ എയർവേ ഒബ്സ്ട്രക്ഷൻ സംശയിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ നടപടിക്രമം നടത്തുക. ഉചിതമായ ബോഡി സബ്സ്റ്റൻസ് ഐസൊലേഷൻ എടുക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ കുട്ടിയെ കൈകളിലെടുത്ത് 5 ബാക്ക് ബ്ലോ നൽകുക. അത് പരാജയപ്പെടുകയാണെങ്കിൽ കുട്ടിയുടെ പിറകിലേക്ക് തിരിച്ച് കംപ്രഷൻ സൈറ്റ് കണ്ടെത്തി 5 ചെസ്റ്റ് ത്രസ്റ്റുകൾ നൽകുക. ഫോറിൻ ബോഡി പുറത്തു വരുന്നത് വരെയോ അല്ലെങ്കിൽ കുഞ്ഞിന് പ്രതികരണശേഷി നഷ്ടപ്പെടുന്നത് വരെയോ ഈ ബാക്ക് സ്ലാപ്പുകളും ചെസ്റ്റ് കംപ്രഷനുകളും തുടരുക. ഫോറിൻ ബോഡി പുറത്തെത്തുന്നതിന് മുമ്പ് കുട്ടി അൺറെസ്പോൺസീവ് ആവുകയാണെങ്കിൽ CPR സ്റ്റാർട്ട് ചെയ്യുക. അൺറെസ്പോൺസീവ് ഇൻഫന്റ്. ഉചിതമായ ബോഡി സബ്സ്റ്റൻസ് ഐസൊലേഷൻ എടുക്കുക. കുഞ്ഞ് പ്രതികരിക്കുന്നില്ലെങ്കിൽ ശ്വാസോച്ഛ്വാസം ഉണ്ടാകില്ല. EMS ഉടനെ അലർട്ട് ചെയ്യുക. പൾസ് ചെക്ക് ചെയ്യുക. പൾസ് ഇല്ലെങ്കിൽ ചെസ്റ്റ് കംപ്രഷൻ ഉപയോഗിച്ച് CPR ആരംഭിക്കുക.
പൾസ് ഉണ്ടെങ്കിൽ വെന്റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 2 തവണ ശ്രമിച്ചതിന് ശേഷവും നിങ്ങൾക്ക് വേണ്ടത്ര ചെസ്റ്റ് റൈസ് ലഭിക്കുന്നില്ലെങ്കിൽ CPR ആരംഭിക്കുക. ചെയിൻ ഓഫ് സർവൈവൽ എന്നാൽ എല്ലാ ലിങ്കുകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗിയുടെ അതിജീവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഇതിനെ ചെയിൻ ഓഫ് സർവൈവൽ എന്ന് പറയുന്നു. ഹൃദയസ്തംഭനത്തിന് ഇരയായവരുടെ ജീവൻ രക്ഷിക്കാൻ CPRന് കഴിയും. ഹൃദയാഘാതം ബാധിച്ചവരിൽ 2/3 ആശുപത്രിക്ക് പുറത്ത് രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 2 മണിക്കൂറിനുള്ളിൽ മരണപ്പെടുന്നു. CPR ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അത്രയ്ക്ക് ഉതകുന്നില്ലെങ്കിലും ചെയിൻ ഓഫ് സർവൈവലിലെ ഒരു വൈറ്റൽ ലിങ്കായി പ്രവർത്തിക്കുന്നു. ആശുപത്രിക്ക് പുറത്ത് ചെയിൻ ഓഫ് സർവൈവലിന്റെ പ്രധാനപ്പെട്ട 5 കണ്ണികളാണ് ഇനി പറയുന്നവ. ഹൃദയസ്തംഭനമാണെന്ന് കണ്ടെത്തുകയും എമർജൻസി മെഡിക്കൽ സർവീസിനെ അലേർട്ട് ചെയ്യുകയും ചെയ്യുക. ഏർലി CPRഉം ചെസ്റ്റ് കംപ്രഷനും നൽകുക. റാപ്പിഡ് ഡീഫിബ്രിലേഷൻ നൽകുക. ബേസിക് ആൻഡ് അഡ്വാൻസ് എമർജൻസി മെഡിക്കൽ സർവീസിനെ സമീപിക്കുക. അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടും പോസ്റ്റ് കാർഡിയാക് അറസ്റ്റ് കെയറും നൽകുക. അതിജീവനത്തിന്റെ ശക്തമായ ശൃംഖലയ്ക്ക് ഹൃദയസ്തംഭനത്തിന്റെയും അതിജീവനത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. ഈ ഇടപെടലുകളുടെ ആവശ്യകത ഹൃദ്രോഗത്തിന്റെ ഇരകളിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. മുങ്ങിമരണം, ആഘാതം, വൈദ്യുതാഘാതം, ശ്വാസം മുട്ടൽ, ശ്വാസനാള സംബന്ധമായ അസുഖങ്ങൾ, എയർവേ ഒബ്സ്ട്രക്ഷൻ, അലർജി തുടങ്ങിയവയുള്ള രോഗികൾക്കും ഈ ഇടപെടലിലൂടെ അവരെ രക്ഷിക്കാൻ സാധിക്കും. ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് ഘടകങ്ങളെക്കുറിച്ച് നമുക്കിനി ചർച്ച ചെയ്യാം. ചില അവസ്ഥകളും മറ്റും രക്തസംബന്ധമായ അസുഖങ്ങളുമുള്ള ബന്ധം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാനാണ് റിസ്ക് ഫാക്ടേഴ്സ് കൺസെപ്റ്റ് വികസിപ്പിച്ചെടുത്തത്. കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. ഫാക്ടേഴ്സ് കനോട്ട് ബി ചേഞ്ച്. ഫാമിലി ഹിസ്റ്ററി, സെക്സ്, എത്നിക് ബാക്ക്ഗ്രൗണ്ട്, ഏജ് എന്നിവ. ഒഴിവാക്കാൻ പറ്റുന്നവ: സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിവ. കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്: ഒബിസിറ്റി, ഡയബറ്റീസ്, എക്സസീവ് സ്ട്രെസ് എന്നിവ. ഈ അപകട സാധ്യത ഘടകങ്ങളുടെ തോത് കൂടുന്തോറും ഹൃദ്രോഗം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം ഇനി നമുക്ക് ചർച്ച ചെയ്യാം. രക്തപര്യന വ്യവസ്ഥയിൽ ഹൃദയം, രക്തം, ധമനികൾ, കാപ്പിലറികൾ, സിരകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഹൃദയം പേശികളുള്ള ഒരു അവയവമാണ്. ഏകദേശം ഒരു മുഷ്ടിയുടെ വലുപ്പത്തിൽ സ്റ്റെർണത്തിന് പിറകിലും ശ്വാസകോശങ്ങൾക്കിടയിലും തൊറാസിക് ക്യാവിറ്റിയിൽ സ്ഥിതി ചെയ്യുന്നു. ഹൃദയപേശികൾക്ക് രക്തം എത്തിക്കുന്ന ആർട്ടറികളാണ് കൊറോണറി ആർട്ടറികൾ. ഹൃദയം രക്തം പമ്പ് ചെയ്യുകയും ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ രക്തം സ്വീകരിച്ച് ധമനികളിലൂടെ ശരീരത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. സിരകളിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് രക്തം സ്വീകരിക്കുകയും ശ്വാസകോശത്തിലേക്ക് പമ്പ് ചെയ്യുകയും ചെയ്യുന്നു. വൺ വേ വാൾവുകൾ രക്തപ്രവാഹത്തിന്റെ ഒരു ദിശ മെയിൻറ്റെയിൻ ചെയ്യുന്നു. രക്തം പിറകോട്ടൊഴുകുന്നത് തടയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ക്ലിനിക്കൽ ബയോളജിക്കൽ മരണങ്ങളെക്കുറിച്ച് പഠിക്കാം. ശ്വസന വ്യവസ്ഥയും രക്തചംക്രമണ വ്യവസ്ഥയും പരസ്പരാശ്രിതമാണ്. ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പായാൽ അത് മറ്റേതിനെയും ബാധിക്കും. ഓക്സിജന്റെ അഭാവത്തിൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന ഒരു അവയവമാണ് തലച്ചോറ്. ഓക്സിജൻ വിതരണം നിലച്ചതിന് ശേഷം മസ്തിഷ്ക കോശങ്ങൾ മരിക്കാൻ തുടങ്ങുന്നു. ഇത് തിരിച്ചു വരാത്ത ഡാമേജിലേക്ക് നയിക്കുന്നു. ഒരു രോഗി ശ്വസിക്കുന്നില്ലെങ്കിലോ ഹൃദയമിടിപ്പ് നിലച്ചാലോ ക്ലിനിക്കൽ മരണം സംഭവിക്കുന്നു. ക്ലിനിക്കൽ ഡെത്ത് സംഭവിച്ച ഒരു രോഗിയെ പുനരുജ്ജീവിപ്പിക്കാൻ 4 മുതൽ 6 മിനിറ്റ് വരെ സമയമുണ്ട്. ക്ലിനിക്കൽ ഡെത്ത് റിവേഴ്സിബിൾ ആണ്. മസ്തിഷ്ക കോശങ്ങൾ മരിക്കാൻ തുടങ്ങുമ്പോൾ ബയോളജിക്കൽ ഡെത്ത് സംഭവിക്കുന്നു. ബയോളജിക്കൽ ഡെത്ത് മാറ്റാൻ കഴിയുന്നതല്ല. ഇതിനൊരു അപവാദം വളരെ തണുത്ത വെള്ളത്തിലുള്ള മുങ്ങിമരണമാണ്. തണുത്ത വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന ആളുകൾക്ക് 1 മണിക്കൂറിന് ശേഷവും ജീവൻ തിരിച്ചു കിട്ടിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തണുത്ത അന്തരീക്ഷത്തിൽ ഇരയുടെ ശരീരം ചൂടാകുന്നത് വരെ വിക്ടിം മരിച്ചതായി കണക്കാക്കുകയില്ല.
ഇനി മരണത്തിന്റെ ചില അടയാളങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. 3 പ്രധാന അടയാളങ്ങൾ ഇവയാണ്: ലിബിഡിറ്റി, റിഗർ മോർട്ടിസ്, ഡീകമ്പോസിഷൻ എന്നിവ. ലിബിഡിറ്റി: ശരീരത്തിന്റെ താഴത്തെ ഭാഗങ്ങളിൽ രക്തം അടിഞ്ഞുകൂടുന്നതാണ് ലിബിഡിറ്റി. ശരീരത്തിന്റെ താഴെ ഭാഗം നീല നിറമായി കാണുന്നു. മരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ഗുരുത്വാകർഷണം മൂലം ശരീരത്തിന്റെ താഴെ ഭാഗങ്ങളിൽ രക്തം കൺസോളിഡേറ്റ് ചെയ്യുന്നു. റിഗർ മോർട്ടിസ്: സാധാരണയായി മരണം കഴിഞ്ഞ് 4 മുതൽ 10 മണിക്കൂറിനുള്ളിൽ ശരീരത്തിന്റെ കൈകാലുകൾക്ക് സംഭവിക്കുന്ന ദൃഢതയാണ് റിഗർ മോർട്ടിസ് എന്നറിയപ്പെടുന്നത്. ഡീകമ്പോസിഷൻ: ജീർണിച്ച ശരീരം എപ്പോഴും ദുർഗന്ധമുണ്ടാക്കുന്നു. ജീർണിക്കലിന്റെ നിരക്ക് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ ഒന്ന് ടെമ്പറേച്ചറാണ്. മാരക മുറിവുകളായ ശിരച്ഛേദം, അവയവച്ഛേദം, ഇൻസർനേഷൻ, ക്രഷിംഗ് ഇഞ്ചുറി എന്നിവ മരണത്തിന്റെ മറ്റ് അടയാളങ്ങളാണ്. ഒരു ഡോക്ടർക്ക് മാത്രമേ ഒരാളെ ഔദ്യോഗികമായി മരിച്ചതായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേഷൻ എന്താണെന്ന് ചർച്ച ചെയ്യാം. AED എന്നത് ഭാരം കുറഞ്ഞതും എളുപ്പത്തിൽ കൊണ്ടുപോകാവുന്നതുമായ ഒരു ഉപകരണമാണ്. അത് ചെസ്റ്റിന്റെ അബ്നോർമൽ റിതം ഉണ്ടാകുമ്പോഴോ മറ്റോ ഇലക്ട്രിക്കൽ ഷോക്ക് നൽകി സാധാരണ താളത്തിലേക്ക് ഹൃദയത്തെ എത്തിക്കുന്നു. AED പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ആളുകളെ സഹായിക്കുന്നു. ഹൃദയം പെട്ടെന്ന് ചലിക്കാതെയാകുമ്പോഴോ നാച്ചുറൽ ഇലക്ട്രിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കുമ്പോഴോ AED പ്രവർത്തിച്ച് ഹൃദയസ്തംഭനം സാധാരണഗതിയിലാക്കുന്നു. ഇത്തരത്തിലുള്ള ഹൃദയ സ്തംഭനം പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കാം. ലളിതമായ ഓഡിയോ വിഷ്വൽ കമാൻഡുകൾ ഉപയോഗിച്ച് AEDകൾക്ക് വ്യക്തിക്ക് ഉപയോഗിക്കാൻ ലളിതമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഒരു മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർക്ക് AED ഉപയോഗിക്കാവുന്നതാണ്. മിടിക്കാത്ത ഹൃദയങ്ങൾക്ക് വീണ്ടും ഇലക്ട്രിക്കൽ ഷോക്ക് നൽകി പ്രവർത്തനക്ഷമമാക്കുന്നതിനാണ് AEDകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നൽകുന്ന ഷോക്കുകൾ ഹൃദയത്തെ റീസ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്നില്ലെങ്കിലും ഒരു പുതിയ താളം കണ്ടെത്താനും സഹായിക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയയും ഡീഫൈബ്രിലേഷൻ എന്ന് വിളിക്കുന്നു. ഇനി ഈ ഉപകരണം കൈകാര്യം ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം ഒരു മുന്നറിയിപ്പുമില്ലാതെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. എന്നാൽ ഇത് സാധാരണയായി മുതിർന്നവരിലാണ് നടക്കുന്നത്. മിക്ക ഹൃദയസ്തംഭനങ്ങളും വീട്ടിൽ സംഭവിക്കുന്നു. അതിനാൽ എമർജൻസി മെഡിക്കൽ സർവീസ് എങ്ങനെ സജീവമാക്കാമെന്നതും CPR എങ്ങനെ നടത്താമെന്നതും ഒരു AED എങ്ങനെ ഉപയോഗിക്കാമെന്നതും അറിയുന്നത് ഒരു ജീവൻ രക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും. ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഹൃദയത്തോട് രക്തം പമ്പ് ചെയ്യാനുള്ള സിഗ്നലുകൾ അയക്കുന്നു. ഈ സിഗ്നലുകൾ ഹൃദയത്തിന്റെ മുകളിലത്തെ അറയായ ഏട്രിയത്തിലൂടെ കടന്ന് താഴത്തെ അറകളായ വെൻട്രിക്കിളിൽ എത്തുന്നു. ഹൃദയം സാധാരണ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ലഭിക്കുന്ന മുറയ്ക്ക് വെൻട്രിക്കിളുകൾ സ്ക്വീസ് ചെയ്ത് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ കോൺട്രാക്ഷൻസ് ബ്ലഡിനെ ഹൃദയത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്നു. ഇത്തരത്തിൽ ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുകയും വെൻട്രിക്കിളുകൾ റിലാക്സ് ചെയ്യുമ്പോൾ തിരികെ ബ്ലഡ് ഹൃദയത്തിലേക്ക് വരികയും ചെയ്യുന്നു. ആളുകളുടെ പൾസ് പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇടവേള എന്നത് ഈ 2 കോൺട്രാക്ഷനുകൾക്കിടയിലുള്ള ഇടവേളയായി കാണാം. ഇനി നമുക്ക് സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് ചർച്ച ചെയ്യാം. ഒരു സംഭവ സ്ഥലത്ത് നിലവിലുള്ള അപകടങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സന്നദ്ധ പ്രവർത്തകർ സഹായിക്കുന്നു. പരിക്കേറ്റവരെ സ്വമേധയാ അല്ലെങ്കിൽ സ്ട്രക്ചർ ഉപയോഗിച്ച് മാറ്റാൻ സന്നദ്ധ പ്രവർത്തകർ സഹായിക്കുന്നു. പ്രഥമ ശുശ്രൂഷയിൽ സഹായിക്കുന്നതിനും പരിക്കേറ്റ ഇരകളെ സ്റ്റെബിലൈസ് ചെയ്യാനും സഹായിക്കുന്നു. പ്രത്യേക രോഗാവസ്ഥയിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. മെഡിക്കൽ സ്റ്റാഫുകളെ ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന് സഹായിക്കുന്നു. രോഗികൾക്ക് ധാർമ്മിക പിന്തുണ നൽകുന്നു. ഈ മൊഡ്യൂളിൽ പഠിച്ച പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് BLS? ശ്വസന വ്യവസ്ഥയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? എയർവേയും കൃത്രിമ വെന്റിലേഷൻ തുറക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഫോറിൻ ബോഡി എയർവേ ഒബ്സ്ട്രക്ഷൻ? ഹൃദയാഘാത സാധ്യത ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ? ഓരോന്നിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ അതാത് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുക.
BLS എന്നാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നാണ്. CPR എന്നാൽ കാർഡിയോ പൾമനറി റെസിപ്പിറ്റേഷൻ. ഇത് മസ്തിഷ്ക കോശങ്ങൾക്ക് സ്ഥിരമായ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ഉപകരിക്കുന്നു. BLS എന്നാൽ ജീവൻ അപകടപ്പെടുത്തുന്ന രോഗങ്ങളോ പരിക്കുകളോ ഉള്ളവരെ ആശുപത്രിയിൽ പൂർണ്ണമായ വൈദ്യസഹായം നൽകുന്നതുവരെ നൽകാവുന്ന ചികിത്സാ രീതിയാണ്. ശ്വസന വ്യവസ്ഥ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അപ്പർ ആൻഡ് ലോവർ എയർവേ, ഒരു ന്യൂറോ മസ്കുലർ സിസ്റ്റം, ആൽവിയോളകൾ, ധമനികൾ, കാപ്പിലറികൾ, സിരകൾ എന്നിവ. ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് രീതി എയർവേ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു രീതിയാണ്. തല, കഴുത്ത് അല്ലെങ്കിൽ നട്ടലിന് പരിക്കേറ്റതായി നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ രീതി ഉപയോഗിക്കരുത്. ജോ ത്രസ്റ്റ് മെത്തേഡ്, തല, കഴുത്ത് അല്ലെങ്കിൽ നട്ടലിന് പരിക്കേറ്റതായി നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു രോഗിക്ക് ഈ മെത്തേഡാണ് ശുപാർശ ചെയ്യേണ്ടത്. ഒരു രോഗിക്ക് ഒരു ഓപ്പൺ എയർവേ ഉണ്ടെങ്കിൽ കൃത്രിമമായി ശ്വാസം നൽകാൻ താഴെ പറയുന്ന മെത്തേഡുകൾ ഉപയോഗിക്കാം. മൗത്ത് ടു മാസ്ക്, മൗത്ത് ടു ബാരിയർ അല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് എന്നിവയാണ് അവ. FBAO എന്നത് ഒരാളുടെ എയർവേ പൂർണ്ണമായോ ഭാഗികമായോ ബ്ലോക്ക് ചെയ്യുന്നതിനെയാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ, ഛർദിൽ, മറ്റ് കളിപ്പാട്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഒരാളുടെ എയർവേ തടസ്സപ്പെട്ടേക്കാം. തുടക്കത്തിൽ രോഗി പരിഭ്രാന്തനായി കാണപ്പെടാം. രോഗികളുടെ അവസ്ഥകളും പെരുമാറ്റങ്ങളും രക്തപരിണാമ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കാരണമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരാളുടെ ഫാമിലി ഹിസ്റ്ററി, സെക്സ്, എത്നിക് ബാക്ക്ഗ്രൗണ്ട്, ഏജ് എന്നിവ മാറ്റാൻ കഴിയാത്തതാണ്. എന്നാൽ സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, ഫിസിക്കൽ ആക്ടിവിറ്റി എന്നിവ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അമിതവണ്ണം, ഷുഗർ, എക്സസീവ് സ്ട്രെസ് എന്നിവ ഹൃദയാഘാതത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാക്കുന്നു. ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുമ്പോൾ ഹൃദയത്തിന് കുറച്ച് മിനിറ്റ് പമ്പ് ചെയ്ത് ഓക്സിജൻ വിതരണം നടത്താൻ കഴിയും. നേരത്തെയുള്ള ഇടപെടൽ നടന്നില്ലെങ്കിൽ ശ്വാസതടസ്സം മസ്തിഷ്ക മരണത്തിലേക്ക് നയിച്ചേക്കാം. അത് സുപ്രധാന അവയവങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നത് തടസ്സപ്പെടുത്തും. ശ്വാസതടസ്സവും ഹൃദയസ്തംഭനവും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ ക്ലിനിക്കൽ ഡെത്ത് ആയി കണക്കാക്കുന്നു. 4 മുതൽ 6 മിനിറ്റിനുള്ളിൽ മസ്തിഷ്ക മരണം ആരംഭിക്കും. 8 മുതൽ 10 മിനിറ്റ് വരെ കഴിഞ്ഞാൽ മസ്തിഷ്ക മരണം തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ഒരു വ്യക്തിയുടെ ഹൃദയം ചെസ്റ്റ് കംപ്രഷനിലൂടെ പ്രവർത്തിപ്പിക്കുകയും ശ്വാസകോശം ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ നൽകി പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ ആ വ്യക്തിയെ ബയോളജിക്കൽ ഡെത്തിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് CPR എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അറിവ് പരിശോധിക്കുന്ന സമയമാണ്. ഇതൊരു ഇവാലുവേഷൻ എക്സസൈസ് ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും തുല്യമായ മൂല്യമുണ്ട്. നിങ്ങൾക്ക് 60% സ്കോർ വേണം ഈ എക്സാം പാസ്സാകാൻ. എല്ലാ ചോദ്യങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നന്ദി.